സ്വീകരിക്കാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഖാലിദ് ബിനു സെയ്ദ് ബിനു കുലൈബ്. അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ആ മഹാവ്യക്തിത്വം ആരാണ്? ചരിത്രത്തിൽ ഇതിൻ്റെ പേരിൽ എല്ലാവരും ബഹുമാനിച്ച ഖാലിദ് ബിനു സെയ്ദ് ബിനു കുലൈബ് ആരാണ്? കഥ കേൾക്കാം. നജ്ജാർ ഗോത്രക്കാരനായ വളരെ ഉന്നതനായ സർവ്വജനങ്ങളാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഖാലിദ് ബിനു സെയ്ദ് ബിനു കുലൈബ്. ഒരുപക്ഷെ ലോകത്ത് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം സ്വാധീനമുള്ള പ്രാധാന്യമുള്ള ഒരു സ്വഹാബിയെ കാണുക ഈ വിഷയത്തിൽ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ പേരിലല്ല അദ്ദേഹം അറിയപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി എന്ന പേരിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ മദീന മുഴുവനും ആ ഒരു മഹായാത്രയ്ക്ക് വേണ്ടി, ആ സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്ന നിമിഷം മുതൽ ഓരോ ദിവസവും അവർ എന്നാണ് ഹബീബ് വരിക, ആ മഹാവ്യക്തിത്വം എന്ന് വരും എന്ന മഹത്തായ പ്രതീക്ഷയിൽ ഓരോ ദിവസവും മക്കയിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്ത് വരുന്ന ആ പ്രദേശത്ത് അവർ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ പോയി നിന്ന് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആതിഥ്യമരുളാൻ മഹാഭാഗ്യം അള്ളാഹു കൊടുത്ത, ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാ ആതിഥ്യമരുളിയ മഹാ ആതിഥേയനാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പേരതായിരുന്നു, അദ്ദേഹം അറിയപ്പെടുന്ന പേരതായിരുന്നു. മക്കത്തു നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വന്നു. അങ്ങനെ ഖുബായിൽ 4 ദിവസം അവിടെ തങ്ങി. അവിടുന്ന് പിന്നീട് മദീനത്തേക്ക് വരുന്നൊരു യാത്രയുണ്ട്. മദീനത്തുള്ള സർവ്വ ചരാചരങ്ങളും ജീവികളടക്കം, മദീനത്തുള്ള സർവ്വ മനുഷ്യരും, മുസ്ലിങ്ങൾ മാത്രമല്ല അല്ലാത്തവരായ സർവ്വ ജനങ്ങളും ആ ഒരു വ്യക്തിത്വത്തിൻ്റെ, ആ മഹാപ്രകാശത്തെക്കുറിച്ച് കാണാൻ വേണ്ടി, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ മദീനയിലേക്ക് അയച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കേട്ട ആ ഹബീബിനെ ഒന്ന് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ മദീനയിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് 4 ദിവസം ഖുബായിൽ തങ്ങി അവിടെ ആദ്യമായൊരു പള്ളി ഉണ്ടാക്കി നിസ്കാരമൊക്കെ ആരംഭിച്ച് പിന്നീട് മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ തിരുനബി കടന്നു വന്നിട്ട് ഓരോ ആളുകളും മദീനയിലേക്ക് റസൂലുള്ളാഹി കടന്നു വരുമ്പോൾ അവിടെ റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർ താമസിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. കാരണം ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് കടന്നു വരുന്നത്. അപ്പോൾ അതുവരെ റസൂലുള്ളാഹി അവർ നേരിട്ട് പലരും കണ്ടിട്ടില്ല. 1-ാം അഖബയിലും 2-ാം അഖബ ഉടമ്പടിയിലും പങ്കെടുത്ത ഏതാനും ആളുകൾ, 2-ാം അഖബ ഉടമ്പടിയിൽ ആകെ 80 ചില്ലറ ആളുകളാണ് പങ്കെടുത്തത്, 83, 82. 1-ാം അഖബയിൽ ആകെ ഒരു 12-13 ആളുകളാണ് പങ്കെടുത്തത്. അവരല്ലാത്ത ആരും റസൂലിനെ യഥാർത്ഥത്തിൽ ശരിക്കും കണ്ട് പരിചയമില്ല. എന്നാലും കേട്ടിടത്തോളം തന്നെ ഇതൊരു മഹാവ്യക്തിത്വമാണ്, മഹാ ആശയമാണ്, ആ വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അങ്ങനെ ഓരോരുത്തർ റസൂലുള്ള യാത്ര ചെയ്ത് വരുന്ന ഒട്ടകത്തിൻ്റെ മുമ്പിൽ പോയി ഒട്ടകത്തെ പിടിച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വരെ നടത്തുന്നു. ഒട്ടകമേ, ഇതാണ് എൻ്റെ വീട്, ഇങ്ങോട്ട് നടക്കൂ. ഒട്ടകത്തെ പിടിച്ച് വലിക്കുക വരെ അവർ ചെയ്യുന്നുണ്ട്. അസ റസൂലുള്ള പറഞ്ഞു, അത് മഅ്മൂറാണ്, അതിന് കൃത്യമായ കൽപ്പന കിട്ടിയിട്ടുണ്ട്, എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അതിനറിയാം. അങ്ങനെ ഓരോരുത്തരുടെ വീടിൻ്റെ അത് വല്ലാത്തൊരു രംഗമാണ്, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോരുത്തരും അവരുടെ വീടിൻ്റെ മുമ്പിലിരുന്നിട്ട് റസൂൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെങ്കിൽ എന്ന് പറഞ്ഞ് വല്ലാത്തൊരു ആവേശത്തിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഓരോ ആളുകളുടെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവരുടെ മുഖം വല്ലാതെ വിശാലമാവും. ഇപ്പോൾ കയറുമായിരിക്കും. അവരുടെ വീട് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു നിരാശയിലെത്തും. അങ്ങനെ ഓരോ വീട് കഴിഞ്ഞ് പോയി അവസാനം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോഴാണ് ഒട്ടകം അവിടെ നിൽക്കുന്നത്. അപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരിക്ക് വല്ലാത്തൊരു സന്തോഷമായി, ഹബീബ് നമ്മുടെ വീട്ടിലേക്ക് വരും. റസൂലുള്ളാഹി ഒന്നുകൂടെ ഒട്ടകത്തിൻ്റെ കയറ് അഴിച്ച് ഒന്നുകൂടെ അതിന് ലൂസായി ഒന്ന് ഫ്രീ ആയി വിട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഒന്നുകൂടെ ഒട്ടകം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്ന് അവിടെ തന്നെ വീണ്ടും വന്നു. അപ്പോൾ റസൂലുള്ളാഹി ഉറപ്പായി ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വരുന്നത്. വന്നിട്ട് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ അബൂ അയ്യൂബുൽ അൻസാരി ഇങ്ങനെ ഓടി നടക്കുന്ന രംഗങ്ങളുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ യാത്രാ സാമഗ്രികളും വസ്ത്രം എല്ലാ കാര്യങ്ങളും ഓടി വന്ന് ലോകത്തിലുള്ള സർവ്വനിധികളും വാരിയെടുക്കുന്നത് പോലെ വാരിയെടുത്ത് തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റസൂലുള്ളാഹിക്ക് മുകളിലായിരുന്നു താമസം തയ്യാറാക്കിയിരുന്നത്. അബൂ അയ്യൂബുൽ അൻസാരി താഴെ. റസൂലുള്ളാഹി പറഞ്ഞു എനിക്ക് താഴെയായിരിക്കും സൗകര്യം എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി ഉടനെ ഭാര്യയും കുട്ടി മുകളിലേക്ക് മാറി. ഉമ്മു അയ്യൂബ് ഭാര്യയും കുട്ടി മുകളിലേക്ക് മാറി. അങ്ങനെ 1-ാമത്തെ ദിവസം രാത്രി എത്ര ശ്രമിച്ചിട്ടും അബൂ അയ്യൂബുൽ അൻസാരിക്കും ഭാര്യയ്ക്കും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത് എന്ന ചിന്തയായിരുന്നു അവർക്ക്. ഞങ്ങളുടെ താഴെയാണല്ലോ റസൂല്,
അപ്പോൾ റസൂലുള്ളാഹിക്ക് വഹയി ഇറങ്ങും പല ഘട്ടങ്ങളിലും. ആ വഹയിനും റസൂലിൻ്റെ ഇടയിൽ ഞങ്ങളൊരു തടസ്സമാകുമല്ലോ. ഞങ്ങൾ പഴയ വീടാണല്ലോ, അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് മണ്ണും പൊടിയൊക്കെ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഈത്തപ്പനയുടെ മടലുകളും മറ്റുമൊക്കെ വെച്ച് കെട്ടി മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കുന്ന വീടുകളാണ് പഴയ വീട്. അപ്പോൾ അതിൻ്റെ പൊടി റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ വീഴുമല്ലോ. ഈ രണ്ട് പേടിയിൽ 2 പേർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ട് വീടിൻ്റെ മുകളിൽ നിന്ന് റസൂലുള്ളാഹി വീടിന് താഴെ മധ്യഭാഗത്താണ് കിടക്കുന്നത്. ഇവർ റൂമിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്, പാർശ്വഭാഗങ്ങളിലൂടെ നടക്കുന്നത്. ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുകളിലൂടെ നടക്കാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു ഫീൽ. അത്രമാത്രം ആ രാത്രിയിൽ ഉറങ്ങിയില്ല. പിറ്റേന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എന്തെന്ന് ചോദിച്ചു. താങ്കൾ താഴെയാണല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ കാണാൻ പലരും വരും, അപ്പോൾ എനിക്ക് ഇവിടെയായിരിക്കും സൗകര്യം, അതുകൊണ്ടാണ്. വീണ്ടും അവരവിടെ പോയി കിടന്നു. എന്നിട്ടും അവർക്കൊരു ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവരുടെ അർദ്ധരാത്രിയാണല്ലോ സമയം, അവർ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് സമയത്ത് ആ വെള്ളം തട്ടി, ആ വെള്ളം അവരുടെ കൈകൊണ്ട് അറിയാതെ മറിഞ്ഞു വീണ് ആ വെള്ളം പതുക്കെ താഴേക്ക് ഒഴുകുമെന്നൊരു ഘട്ടം വന്നു. റസൂലുള്ളാഹിയിലേക്ക് ആ വെള്ളം ഒലിച്ചിറങ്ങുമെന്നൊരു ഘട്ടം വന്നപ്പോൾ നല്ല തണുത്ത സമയമാണ് ആ സമയത്ത്. അപ്പോൾ ഇവർ ആകെ ഉണ്ടായിരുന്ന ഒറ്റ പുതപ്പാണ്. ആ പുതപ്പ് കൊണ്ട് ആ വെള്ളം കംപ്ലീറ്റ് ഇവർ തുടച്ചെടുത്തു. അങ്ങനെ താഴേക്കൊരു തുള്ളി വെള്ളം പോലും വന്നില്ല. പക്ഷേ ആ രാത്രി മുഴുവനും തണുത്ത് വിറച്ച് കമ്പിളിപ്പുതപ്പില്ലാതെയാണ് അവർ കിടന്നുറങ്ങിയത്. അത്രമാത്രമായിരുന്നു സ്വഹാബത്ത് ഓരോ സെക്കൻഡിലും ഓരോ ഇഞ്ചിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് ഒരിക്കലും മുകളിൽ കിടക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ വന്നപ്പോൾ റസൂലുള്ളാഹി മുകളിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസം മാറുക പോലും ചെയ്യുന്നുണ്ട്. അത്രമാത്രം അദബുകേട് സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഉമ്മു അയ്യൂബിനും. അത്രമാത്രമായിരുന്നു അവരുടെ സ്നേഹം. പ്രബലമായ അഭിപ്രായങ്ങൾ പ്രകാരം 7 മാസം അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ താമസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്കും ആദ്യം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഒരു പള്ളി, അബൂ അയ്യൂബ് അൻസാരിയുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളി, റസൂലുള്ളാഹിൻ്റെ സ്വന്തം പള്ളി, മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിനോട് തൊട്ടടുത്ത പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ചാരി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വീടിൻ്റെ പണിയും ആ സമയത്ത്, വീടെന്ന് പറഞ്ഞാൽ ചെറിയ റൂം, നമ്മൾ വലിയ ചെറിയ റൂമായിരുന്നു. ഹബീബിൻ്റെ വീട്, പ്രിയപ്പെട്ട ഭാര്യമാരുടെ ഓരോ വീടും ചെറിയൊരു റൂം മാത്രമായിരുന്നു. ആ റൂമിൽ തന്നെയായിരുന്നു കിടക്കാനുള്ള സംവിധാനവും ഭക്ഷണം കഴിക്കുന്നത് എല്ലാം അവിടെ തന്നെയായിരുന്നു. അതും അതിൻ്റെ പണി അവിടെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി ബാബുസലാമിലൂടെ കയറി സലാം പറഞ്ഞ് ഇറങ്ങി വലത് ഭാഗത്തേക്ക് നടന്നാൽ ആ കോർണറിൻ്റെ അല്പം മുന്നോട്ട് മാറിയിട്ടുള്ള അവിടെയായിരുന്നു അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്. അങ്ങനെ അബൂ അൻസാരി റളിയല്ലാഹുവിൻ്റെ സമീപത്ത് റസൂലുള്ളാഹിൻ്റെ പള്ളി വന്നു. അത് ചാരി നേരെപ്പുറത്തായിട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകൾ വന്നു. അബൂ അയ്യൂബ് അൻസാരി റസൂലുള്ളാഹിൻ്റെ അയൽവാസിയായി, ഏറ്റവും നല്ല അയൽവാസി. അങ്ങനെ അവർ എപ്പോഴും ഒരു കണ്ണ് റസൂലുള്ളാഹിൻ്റെ വീട്ടിലുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, എന്ത് ചെയ്തു കൊടുക്കാനും മത്സരമായിരുന്നു അബൂ അയ്യൂബ് അൻസാരി. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു എപ്പോഴും ഒരു നേരം ഭക്ഷണം റസൂലുള്ളാഹിക്ക് വേണ്ടി കാത്തുവെക്കും. അഥവാ റസൂലുള്ളാഹി വന്നിട്ടില്ലെങ്കിൽ മാത്രം അത് കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സ്നേഹബന്ധം വല്ലാത്ത ഒരു സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു സംഭവമുണ്ട്. ഒരു ദിവസം നട്ടുച്ച നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ അതേ സ്ഥലത്തേക്ക് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു വരുന്നുണ്ട്. ഇവർ തമ്മിൽ സംഭാഷണം നടന്നു. എന്തിനാണ് വന്നത്? വിശന്നിട്ട് വയ്യ, ഒന്നും കഴിക്കാൻ വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും അതിന് തന്നെയാണ് വന്നത്, ലോകത്തിൻ്റെ നേതാക്കളാണിത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്തേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. നിങ്ങളെന്തിനാണോ വന്നത്? അതിന് തന്നെയാണ് ഞാനും വന്നത്. ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പിൻ്റെ ആ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് 3 പേരും നട്ടുച്ച സമയത്ത്. മദീനയിലെ അറേബ്യൻ സാംസ്കാരിക പശ്ചാത്തലം നോക്കുമ്പോൾ അവർ ഏകദേശം ഉച്ചയുടെ തൊട്ട് മുമ്പ് ജോലിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഉച്ച റെസ്റ്റ് എടുക്കാനുള്ള അവസരമാണ്. അത്യപൂർവമായ അവസരങ്ങളിൽ മാത്രമാണ് ഉച്ചയ്ക്ക് ആരെങ്കിലും പുറത്തിറങ്ങുക. അത്തരമൊരു ഘട്ടത്തിലാണ് പുറത്തിറങ്ങുക. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് പോകാം. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഉമ്മു അയ്യൂബ് അവരെ സ്വാഗതം ചെയ്തു. തങ്ങളെ സ്വാഗതം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വാഗതം ചെയ്തു. ചോദിച്ചു, അബൂ അയ്യൂബ് എവിടെ നിന്ന് ചോദിച്ചു. തൊട്ടടുത്ത് ഒരു ഈന്തപ്പനയിൽ ചില ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അബൂ അയ്യൂബ് അൻസാരി നേരെ ഓടി വന്ന് 2 മൂവരെയും സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നേരെ ഓടിപ്പോയി ഈന്തപ്പനയിൽ നിന്ന് ഒരു കുല അങ്ങനെ തന്നെ പറിച്ചു റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, എന്തിനാണ് എല്ലാം കൂടെ ഒടിച്ചു കൊണ്ടുവന്നത്? അല്പം മാത്രം എടുത്താൽ മതിയായിരുന്നല്ലോ.
അപ്പോൾ അബൂ അയ്യൂബ് അൻസാരി ആ സ്നേഹം പറയുന്നുണ്ട്, താങ്കൾക്ക് നല്ല പഴുത്തതും എടുക്കാം, അല്പം പഴുത്തതും എടുക്കാം, എല്ലാ ടേസ്റ്റും താങ്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒടിച്ചു കൊണ്ടുവന്നത് എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ചെറിയൊരു ആടിനെ അറക്കാൻ കൂടെ പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ താങ്കൾ ചെയ്തുകൊള്ളുക. അങ്ങനെ ഒരു ആടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഭാര്യയോട് പറയുന്നുണ്ട്, നീ മാവ് കുഴച്ച് നല്ല റൊട്ടിയും അപ്പമൊക്കെ ഉണ്ടാക്കണം, നിനക്ക് നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഒരുപാട് പാഠങ്ങൾ ഇതിനകത്തുണ്ട്, ചുരുക്കി പറയാൻ. നിനക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുമ്പിൽ ആ ഭക്ഷണം, ആടിൻ്റെ പകുതി മാംസം എടുത്ത് അതുണ്ടാക്കി ബാക്കി അവർ ചുട്ടെടുക്കുന്നുണ്ട് പിന്നീട് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ അയ്യൂബ് അൻസാരിയോട് പറയുന്നുണ്ട്, അല്പം എൻ്റെ മോള് ഫാത്തിമാക്ക് കൊടുക്കുമോ, ഫാത്തിമയും ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് വിശന്നൊട്ടി ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ വിശന്നൊട്ടിയ അവസ്ഥയിലാണ് ഈ മൂവരി ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ തോന്നിയതുപോലെ ബഫേ ഭക്ഷണവും എല്ലാം കഴിച്ച് റമളാൻ പോലും ആഘോഷിച്ച നമ്മൾ അള്ളാഹിനോട് എത്ര ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വരും. വിശന്നൊട്ടിയ വയറും അല്പം കിട്ടിയ ചെറിയൊരു ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ പേരിലാണ് ഇതിന് അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പൊട്ടി കരയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തിൻ്റെ നേതാവാണിത്. അവരെ നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. അവിടുന്ന് അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും കൂട്ടി അവിടുന്ന് യാത്രയായി. പോകുന്ന സമയത്ത് പറഞ്ഞു, നാളെ എൻ്റെ വീട്ടിലേക്ക് താങ്കൾക്ക് സൽക്കാരമുണ്ട്, താങ്കൾ അങ്ങോട്ട് നാളെ വരണം. അങ്ങനെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പിറ്റേന്ന് അങ്ങോട്ട് ചെന്ന സമയത്ത് റസൂലുള്ളാഹി സമ്മാനം കൊടുത്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വേലക്കാരി പെൺകുട്ടി, അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സമ്മാനമാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ആ സമ്മാനമായിട്ട് ഭാര്യൻ്റെ അടുത്തെത്തിയിട്ട്, ഇത് റസൂലുള്ളാഹി നമുക്ക് തന്നതാണ്, ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നതാണ്. അങ്ങനെ അവർ ഭാര്യ ചോദിക്കും, നമ്മൾ എങ്ങനെയാണ് നോക്കുക, ഏറ്റവും നന്നായിട്ട് നമുക്ക് നോക്കണം. അവർ ആ ചർച്ച എങ്ങനെ, ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല ദാതാവാണ് റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന സമ്മാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നോക്കണം. അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഏറ്റവും നല്ലത് ഇതിനെ സ്വതന്ത്രമാക്കുകയാണ്. ഇതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി ഇതിനെ സ്വതന്ത്രയാക്കുക എന്നതാണ്. രണ്ടുപേരും കൂടെ ആ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കി വിടുകയാണ്. ഇതൊക്കെയായിരുന്നു അവരുടെ സ്നേഹത്തിൻ്റെ ലോകം. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അതിശക്തനായ ഒരു പോരാളിയായിരുന്നു യുദ്ധക്കളത്തിൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം വരെയുള്ള ഏറെക്കുറെ എല്ലാ യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അതിധീരമായി പോരാടി ഇസ്ലാമിന് വലിയ മുന്നേറ്റം നടത്തിയ പ്രമുഖനായ ധർമ്മസമര പോരാളിയാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. അവസാനം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ വേണ്ടി മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരം, ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഇവർക്ക് ഏകദേശം 80 വയസ്സ് പ്രായമുണ്ട്. ആ സമയം അതിൻ്റെ ബാക്കിൽ വലിയൊരു ചരിത്രമുണ്ട്, നമുക്ക് പിന്നീട് പറയാം എന്തുകൊണ്ട് അവരതിൽ പോയി എന്നതിൻ്റെ. കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്ന അതിമഹത്തായ ഒരു സൈന്യം, അതിൻ്റെ നേതൃത്വം മഹത്തായതായിരിക്കും, ആ സംഘം അപാരമായ സംഘമായിരിക്കും എന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങളുടെ കീഴിൽ വരുമെന്ന് റസൂലുള്ളാഹിയുടെ പ്രവചനം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം. അതുകൊണ്ടാണ് ഇതാ സംഘമായെങ്കിലോ എന്നൊരു ചിന്തയിൽ ഇവരതിൽ പങ്കെടുക്കുന്നത്. പിന്നീട് അത് കുറേ കാലത്തിന് ശേഷം മുഹമ്മദുൽ ഫാത്തിഹ് എന്ന ഭരണാധികാരിയാണ് അത് സാധ്യമാക്കുന്നത്. ഏതായാലും ആ ഒരു ഘട്ടത്തിലും ഒരു സമരം നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇവർക്ക് രോഗം മൂർച്ഛിക്കുകയാണ്, രോഗം വല്ലാതെ കൂടുകയും ആ സമയത്ത് യസീദ് എന്നവർ, മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ് എന്നവർ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മുസ്ലിം സൈന്യത്തിന് എൻ്റെ ആശംസകൾ അറിയിക്കുക, നിങ്ങൾ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുക, എന്നെയും കൊണ്ട് നിങ്ങൾ യാത്ര തുടരുക. അവസാനം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മതിൽക്കെട്ടുകളുടെ സമീപത്ത് എത്തുമ്പോൾ എന്നെ നിങ്ങൾ അവിടെ മറമടക്കുക. ആ യുദ്ധത്തിൽ പൂർണ്ണമായ വിജയത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തുന്നില്ലെങ്കിലും അവസാനം ഒരു സന്ധിയിലെത്തുകയും ഇവരുടെ മയ്യത്ത് കൊണ്ട് അവർ യാത്ര പോവുകയും അവസാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ അവിടുത്തെ മരണം നടന്ന് ആ മയ്യത്ത് ചുമന്നു കൊണ്ടുപോയി കോൺസ്റ്റാന്റിനോപ്പിളിൽ, ഇന്നത്തെ തുർക്കിയിൽ ഇസ്താംബൂളിലാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ മഖ്ബറ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്ത് വല്ലാതെ ആതിഥ്യം കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും യുദ്ധത്തിലെ പോരാട്ടവീര്യം കൊണ്ടും ലോകത്തെ വല്ലാതെ വിസ്മയിപ്പിച്ച ഒരു പോരാളിയാണ്, സ്വഹാബിയാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ട ഖാലിദ് ബിനു സെയ്ദ് ബിനു കുലൈബ് എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ.